പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് കാശ്മീരിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പകുതിയിലേറെ അടച്ചിട്ടു. സുരക്ഷാ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി. ബൽറാം നെടുങ്ങാടി ശ്രീനഗറിൽ നിന്ന് വിവരങ്ങൾ നൽകും. ബൽറാം, വലിയ തൊഴിൽ നഷ്ടവും അതുപോലെ സാമ്പത്തിക നഷ്ടവും ഒക്കെ ഉണ്ടാക്കുന്ന നടപടിയാണല്ലോ. വിവരങ്ങൾ. തീർച്ചയായും വലിയ തോതിലുള്ള തൊഴിൽ നഷ്ടവും ജമ്മു കശ്മീരിന്റെ തന്നെ പ്രധാന വരുമാന മാർഗത്തെ ബാധിക്കുന്ന ഒരു തീരുമാനമാണ് സർക്കാർ എടുത്തിരിക്കുന്നത്. എങ്കിൽ പോലും ഇപ്പോഴത്തെ ഘട്ടത്തിൽ അതിനേക്കാൾ ഏറെ പ്രാധാന്യം ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ആണ് എന്ന ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പകുതിയും അടച്ചിടാനുള്ള ഒരു തീരുമാനം. കശ്മീരിലുള്ള 87 വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ 48 എണ്ണം അടച്ചിടാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരും ഏജൻസികളും തമ്മിൽ നടത്തിയ ആശയവിനിമയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ സംസ്ഥാനത്തെ മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ സുരക്ഷ സംബന്ധിച്ചുള്ള ഓഡിറ്റിംഗ് നടത്തിയിരുന്നു. ഏത് തരത്തിലുള്ള സുരക്ഷയുണ്ട്, എത്രത്തോളം വിനോദസഞ്ചാരികൾക്ക് അവിടെ സുരക്ഷ നൽകാൻ കഴിയും തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ച ശേഷമാണ് ഇത്തരത്തിൽ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. ഈ വിനോദസഞ്ചാരികൾക്ക് ആവശ്യമായ സുരക്ഷ നൽകാൻ കഴിയുന്ന സ്ഥലങ്ങൾ തുറന്നു പ്രവർത്തിക്കാനും അതിൽ നേരിയ തോതിലെങ്കിലും വെല്ലുവിളി നേരിടുന്ന പ്രദേശങ്ങളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചിടാനുമാണ് തീരുമാനം. ഈ ഭീകരവാദികൾക്ക് എതിരായ നടപടികൾ പൂർത്തിയാകുന്നതുവരെ ആയിരിക്കും ഈ തീരുമാനം എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. കശ്മീരിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തീരുമാനം ഇപ്പോൾ താൽക്കാലികമായി വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി അവർക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഈ പഹൽഗാം ആക്രമണത്തിന് ശേഷം ഒരാഴ്ച പിന്നിടുമ്പോൾ വിനോദസഞ്ചാരികൾ കുറച്ചൊക്കെ മടങ്ങിയെത്തുന്നുണ്ട് കശ്മീർ താഴ്വരയിലേക്ക്. അതിനിടെയാണ് ഇത്തരത്തിൽ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. എങ്കിൽ പോലും ഭീകരവാദത്തെ അടിച്ചമർത്താൻ അമർച്ച ചെയ്യാൻ ഈ ഒരു തീരുമാനം ഗുണം ചെയ്യും എന്ന് തന്നെയാണ് ഏജൻസികൾ വിലയിരുത്തുന്നത്. SK